ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വെറും 66 ലാക്ക് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്മോൾ ഹൗസാണ്. സ്മോൾ എന്ന് പറയാൻ പറ്റില്ല, രണ്ട് നല്ല ഹൗസ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഇത് കാണാം. അപ്പം നമുക്ക് ഉള്ളിൽ പോയിപ്പോവാം. ഫസ്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്ന ഫോൾഡബിൾ ഗേറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ അടയ്ക്കാൻ പറ്റും. അതും അങ്ങനെയാണ്. പിന്നെ വന്നിരിക്കുന്ന 3 ഗേറ്റ് ലൈറ്റ്സ് ആണ്. അത് സൂപ്പറാണ്. നമുക്ക് ഉള്ളിലേക്ക് കാണാം. അതിന് മുമ്പ് ഇതാണ് നമ്മുടെ കാർ പോർച്ച്. ഓക്കേ, ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഫസ്റ്റ് ആണ് ഇവിടെ ഇങ്ങനെ ഒരു മാർബിൾ ടൈപ്പ്. പിന്നെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു സോഫയാണ്. അപ്പൊ നമുക്ക് ഈ സോഫയുടെ അറ്റാച്ച് ആയിരിക്കുന്ന ഒരു ടീപ്പോയും കാണാൻ പറ്റും. ഇതാണ് നമ്മൾ അപ്പൊ നമുക്ക് കുറെ ആൾക്കാർ ന്യൂസ് പേപ്പേഴ്സ് ഈ ജോലി കാണിക്കുക നമ്മൾ അടുക്കി വെക്കണം. പിന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു പ്രൈം ഏരിയ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൈം ഏരിയ. നമുക്ക് ഇത് ഏറ്റവും വലിയൊരു നമ്മളെ ഒരിടത്തും കാണാൻ പറ്റാത്ത ഒരു പ്രൈം ഏരിയ ആണ്. വ്യൂ. പിന്നെ ഉള്ളത് നമ്മുടെ 3 ബൾബും. ഇവിടെ ഞാൻ ഇതൊക്കെ സെറ്റപ്പ് ചെയ്ത് വെക്കുവാട്ടോ. പിന്നെ ഇവിടെയാണ് ഏറ്റവും ചിരി വരുന്നത്. ഇതിൽ നമ്മൾ ഇരിക്കും. പിന്നെ ഇത് നമ്മൾ ഈ പ്രൈം ഏരിയയിൽ വെക്കുന്ന കുറച്ച് സാധനമാണ്. പിന്നെ ഇതാണ് നമ്മുടെ ട്രോഫി മെഡൽ ഷെൽഫ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ സ്വിച്ച് ഓഫ് ചെയ്താൽ ആ ലൈറ്റ് പോകും, ഈ സ്വിച്ച് ഓഫ് ചെയ്താൽ ഈ ലൈറ്റും പോകും. അപ്പം ഇതിൻ്റെ ലൈറ്റ്സ് എങ്ങനെ വർക്കാവും? അപ്പം ഞാൻ ഇപ്പോഴത്തേനും എല്ലാം ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ വ്യൂ. പിന്നെ നമുക്ക് പോവാം നമ്മുടെ ഫസ്റ്റ് റൂമിലേക്ക്. ഇതാണ് നമ്മുടെ ഫസ്റ്റ്. ഇതൊരു ഡബിൾ കട്ടിൽസ് ആണ്. പിന്നെ ഇവിടെ കൊതുകിൻ്റെ സാധനമുണ്ട്. പിന്നെ വാഷ്റൂം നമുക്ക് ഇവിടെ കാണാൻ പറ്റൂല, കാരണം ഇവിടെ വാഷ്റൂം ഇല്ല. ഓക്കെ, ഇതാണ് നമ്മുടെ മാസ്റ്റർ. ഇവിടെയും വാഷ്റൂം ഇല്ല, കാരണം ഇത് നമ്മുടെ ഓക്കെ. അപ്പം നമുക്ക് ഇനി കിച്ചണിലേക്ക് പോവാം. അതിന് മുമ്പ് ഇതാണ് നമ്മുടെ സിമ്പിൾ ഡൈനിങ് ടേബിൾ. ഇത് നമുക്ക് കവർ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ചുമ്മാ നമുക്ക് കഴിക്കുമ്പോൾ. പിന്നെ ഇവിടെ ടി വി ഇപ്പോൾ അപ്പം നമുക്ക് ഇവിടെ വാട്ടർഫോൾ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ചെടികൾ വെക്കാമല്ലോ. അപ്പം നമുക്ക് അയൺ സ്റ്റാൻഡിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഡെലിക്കേറ്റ് അയൺ സ്റ്റാൻഡ്. ഇവിടെ വരുന്ന അയൺ സ്റ്റാൻഡിൽ ഈ ഒരു ബ്ലാക്ക് സ്പോട്ട് ഉള്ളതുകൊണ്ട് കാരണം നമുക്ക് ഈസി അയൺ ചെയ്യാം. അതിനൊപ്പം നമുക്ക് ഇതിങ്ങനെ വെക്കുകയും ചെയ്യാം. എന്നിട്ട് നമുക്കിങ്ങനെ ചെയ്യാം, ഇങ്ങനെ വെക്കുകയും ചെയ്യാം. പിന്നെ മെയിൻ ബാത്റൂമിലേക്ക് നമുക്ക് പോവാം. ഇതാണ് നമ്മുടെ മെയിൻ ബാത്റൂം. ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഉള്ള സിങ്കാണ്. പിന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഓപ്പണിങ് ഒരു ലിക്വിഡ് ഫോമാണ്. നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നമ്മളിത് ഓഫ് ചെയ്യും. നമുക്ക് കിച്ചണിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. ഇതിൽ നമുക്ക് സാധനങ്ങൾ വെക്കാം.
വരുന്ന 1 lakh ആണ്. എല്ലാ ഡിസൈനും ഒരുമിച്ച് വെറും 1 lakh. 1 lakh എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ഒരു 5 lakh മാക്സിമം വരും. കാരണം ഇത് എത്ര ഒരു ഇതും എല്ലാം കൂടിയാണ് 5 lakh. അപ്പൊ നമുക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഡോർ ഏരിയ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഓവൻ വെച്ചിരിക്കുന്നത്. ഓവൻ സൂപ്പറാണ്. പിന്നെ നമുക്ക് ഇവിടെ ഉള്ള കുറച്ച് സ്വിച്ച് ഓൺ ചെയ്യണം. അപ്പൊ നമുക്ക് ഈ താഴെ ഇരിക്കുന്ന ഗ്രില്ല് ലൈറ്റ് ഓൺ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ താഴെയും പറഞ്ഞുണ്ട്. പിന്നെ മണ്ടയില്, പിന്നെ അതിന്റെ മണ്ടയില്, പിന്നെ ഇവിടെ ആയിട്ടും ഒരെണ്ണം വരുന്നുണ്ട്. ഇതിൽ ഇത്ര ഉള്ള കുഞ്ഞു കപ്സ് ഉണ്ട്. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കപ്സ് ഉണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ട്. പിന്നെ അങ്ങനെയൊക്കെ പോവാണെങ്കിൽ ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് നല്ലൊരു വുഡൻ, ഇവിടെ തന്നെ ഉണ്ടാക്കിയ ഒരു വുഡൻ ചോപ്പറാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് ഗിഫ്റ്റായി അച്ഛൻ തന്നതാണ്. സൂപ്പറാണ്. ഇത് നമുക്ക് ഇവിടെ ഇരിക്കുന്ന മരകഷ്ണങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ രണ്ടെണ്ണം ചെയ്ത് ഇതാണ് നമ്മുടെ ഫേവറേറ്റ് കുഞ്ഞു കപ്സ്. പിന്നുള്ളത് ഇവിടെ എൻ്റെ മണ്ടയിൽ ഞാൻ കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് ഇതൊക്കെ വെക്കാം. പിന്നെ ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെയും ഒരു ഏരിയ ഉണ്ട്. ഇവിടെയും ഒരു ഏരിയ ഉണ്ട്. ഇവിടെയും ഒരു ഉണ്ട്. എത്ര ഏരിയ പറയുന്നത്? സെയിം ഐറ്റം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ലാസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ പിന്നെ അപ്പുറത്തിന് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഈ സെക്ഷനിലേക്ക് വരാം. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സിങ്കാണ്. നമുക്കിത് ട്വിസ്റ്റ് ചെയ്യാം. ഇപ്പം ഡബിൾ സിങ്കായില്ലേ. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റോർ. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ തിങ് ആയിട്ട് ഇതാണ് നല്ലത്. നമ്മുടെ എയർ ഫ്രയർ ഇവിടെ ഇരിക്കണം. പിന്നെ ഞാനിത് ഫുള്ളായിട്ട് കാണിക്കാൻ പോവാണ് നിങ്ങളെ. അപ്പം നമുക്കിത് കറക്റ്റ് നോക്കാം. ഇത്ര ഉള്ളൂ. ഇതാണ് നമ്മുടെ മോഡൽ. ഞാൻ താക്കുവാട്ടോ. താക്കുമ്പോൾ സൂക്ഷിക്കണം. ഇത് ഒരു സൗണ്ട് കിട്ടും. പിന്നെ ഇത് പിന്നെ കിച്ചണിന്റെ പരിപാടി. അപ്പം നമുക്ക് പോവാം. നീ പോകേണ്ട എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നമ്മൾ പോകാൻ പോണതാണ് അപ്സ്റ്റേഴ്സ്. ബട്ട്
ഇതാണ് നമ്മുടെ ബാൽക്കണി വരെ. നല്ലൊരു കാർമേഘം കാണാൻ പറ്റും. അങ്ങോട്ട് നോക്കുക. പിന്നെ നമുക്ക് താഴെ 2 പിള്ളേർ കളിക്കുന്നതാണ്. പക്ഷെ അവർ ഇപ്പോൾ പോയി താഴെ. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പം ഞാൻ ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ. നമ്മുടെ വാഷിംഗ് മെഷീൻ വെറും 55,000 പറയാം. 20,000 കിട്ടുന്ന ഒരു ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ. പിന്നെ ഇവിടെ നല്ല വ്യൂ ആണ്. നമുക്ക് ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഈ സാധനം നെറ്റ് വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഒരാൾക്കാർ ചോദിച്ചു. അപ്പം ഇത് നമ്മൾ സ്ലൈഡ് ചെയ്ത് അങ്ങോട്ട് സ്ലൈഡ് ചെയ്ത ജീവൻ പോകും. അപ്പം നമുക്ക് ഇനി കിണറിലേക്ക് പോകണമായിരിക്കും. പക്ഷെ അത് ലാസ്റ്റ്. അപ്പം നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാം. നമുക്ക് താരയിലേക്ക് പോകും. ഓക്കെ, നമുക്ക് കിണറിലേക്ക് വേഗം പോകാം. അതിന് മുമ്പ് ഞാൻ പറഞ്ഞ 2 പിള്ളേരാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ഒരാള് 11ാം ക്ലാസ്സിലും ഒരാൾ 8ാം ക്ലാസ്സിലും. അപ്പൊ നമുക്ക് പോവാം. എന്നാപ്പാ ഇതാണ് നമ്മുടെ